സിമ്പിളായിട്ടുള്ള കറിയാണ്. 10 മിനിറ്റിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉച്ചയ്ക്കൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള 10 മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു പപ്പട കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പപ്പടം ചെറുതായിട്ട് കീറിയ പീസുകൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക. നമ്മൾ പപ്പടം പൊരിക്കുന്നത് പോലെ തന്നെ അത് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് നന്നായിട്ട് മൂപ്പിച്ച് പൊരിച്ച് എല്ലാം ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും അത് എണ്ണയിൽ നിന്ന് നമ്മളൊന്ന് കോരി മാറ്റണം. കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കുകയാണ്. എല്ലാ പീസുകളും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇത് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകരുത്. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് മൂക്കുമ്പോൾ നമ്മളത് കോരിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയിലോട്ട് കടുകിട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം കടുകിടാവുന്നതാണ്. എന്നിട്ട് ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട് അതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമപ്പിച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്കിടുക. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇടുന്നത്. ആ അരപ്പിലെന്ന് പറയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, 2 പീസ് ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയുമാണ് ഈ അരപ്പിൽ ചേർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ എത്ര കൺസിസ്റ്റൻസി വെള്ളം വേണോ അത്രയും നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കുക. നമുക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് കറി തിളപ്പിക്കുക. നമ്മൾ ഈ അരപ്പ് ആവശ്യത്തിന് നമ്മുടെ ആവശ്യാനുസരണം. നമുക്കിപ്പോൾ കുറച്ച് ലൂസായിട്ട് മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് കറിയായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ കറിയായിട്ടിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടം ഈ കറി തിളച്ച് വരുമ്പോൾ അതിലോട്ട് വാരി ഇടുക. പറക്കി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളയ്ക്കുന്നത് വരെ അടുപ്പത്ത് വെച്ചിരിക്കുക. അപ്പം തിള വരുന്നത് വരെയാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിള വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറി റെഡി.